എല്ലാവർക്കും ലേൺ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്നിവിടെ ARM എന്ന മലയാളം ഫിലിമിലെ അങ്ങു വാനക്കോണിലെ എന്നുള്ള തുടങ്ങുന്ന പാട്ടിൻ്റെ അനുപല്ലവിയുടെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ലേൺ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. അങ്ങു വാനക്കോട്ടിലെ തുടങ്ങുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. അപ്പം ഞാൻ ഈ കുറേ നോട്ട്സുകളിപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്ന എല്ലാം സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റാണ്. 12th ഫ്രെറ്റ് ബി എന്ന് പറയുന്ന നോട്ടാണ്. ഈ അങ്ങ് എന്ന് പറയുന്ന വാക്ക് 2 നോട്ടായിട്ട് വരും. 12th ഫ്രെറ്റും വരും, 11th ഫ്രെറ്റും വരും. 12 എന്ന് പറയുന്നത് ബിയും 11 എന്ന് പറയുന്നത് എ ഷാർപ്പുമാണ്. അങ്ങു വാന ഇതാണ് അങ്ങ് വാന ചോട്ടിലെ. അങ്ങോ അതായത് ബിയും സി ഷാർപ്പും ബിയും എ ഷാർപ്പും വരും. 12ഉം 11ഉം ഫ്രെട്ടുകൾ. അങ്ങോ വാന. ആ വാന എന്ന് പറയുന്ന സംഗതി 3 നോട്ട് വരും. ബി, സി ഷാർപ്പ്, എ ഷാർപ്പ് വരും. ബി 12ാമത്തെ ഫ്രെട്ട്, 14ാമത്തെ ഫ്രെട്ട്, പിന്നെ 12, 11. അങ്ങു വാന ഇങ്ങനെ വരും. വാന. ചോട്ടിലെന്നുള്ളത് 11ാമത്തെ ഫ്രെട്ടും അതുപോലെ 9ാമത്തെ ഫ്രെട്ടുമാണ്. ഇതെല്ലാം സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. 11ാമത്തെ ഫ്രെട്ട് എന്ന് പറയുന്നത് എ ഷാർപ്പാണ്. അതുപോലെ തന്നെ ജി ഷാർപ്പും വരും. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ നോട്ട്. അങ്ങു അങ്ങു വാനച്ചോട്ടിലെ മിന്നി നിന്നൊരമ്പിളി എന്നുള്ളതാണ്. 3 നോട്ടാണ്. അതായത് 7ാമത്തെ ഫ്രെട്ട്, 9ാമത്തെ ഫ്രെട്ട്, 11ാമത്തെ ഫ്രെട്ട്. എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ് വരും. മിന്നി നിന്നോ. ആ മിന്നി എന്നുള്ളതിനാണ് ഈ 3 നോട്ട്. നിന്നു എന്നുള്ളതിന് 3 നോട്ട് വരും. ഇങ്ങനെ വരും. അമ്പിളി. അമ്പിളി എന്നുള്ളത് ഈ 7ാമത്തെ നോട്ട്, 7ാമത്തെ ഫ്രെട്ട്. ഇതെല്ലാം സെക്കൻഡ് സ്ട്രിങ് ആണ്. 7ാമത്തെ ഫ്രെട്ട്, 6ാമത്തെ ഫ്രെട്ട്, 4ാമത്തെ ഫ്രെട്ട്. അതായത് എഫ് ഷാർപ്പ്, എഫ്, അതുപോലെ തന്നെ ഇ വരും. സോറി, ഇ അല്ല. ഈ നോട്ട് എന്ന് പറയുന്നത് ഡി ഷാർപ്പാണ്. അമ്പിളി. എഫ് ഷാർപ്പ്, എഫ്, ഡി ഷാർപ്പ്. ഓക്കെ, ഒരുമിച്ച് വായിക്കുമോ? അത് കഴിഞ്ഞ് വീണ്ടും അത് തന്നെ വീണ്ടും ഒന്നുകൂടെ വായിക്കും. അമ്പിളിക്കലയ്ക്കുള്ളിലെ. അതും ഈ 12th ഫ്രെട്ട്, 11th ഫ്രെട്ട്, 12th ഫ്രെട്ട്, 14th ഫ്രെട്ട്. ചോര ഈ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു നോട്ടാണ്. അതായത് 11ഉം 12ഉം വായിക്കുന്നതിന് പകരം നമ്മൾ 12, 11 വായിക്കുന്നത്. അതായത് എ ഷാർപ്പ് ബിക്ക് പകരം ബി എ ഷാർപ്പ് എന്ന് വായിക്കും. അതാണ് ആ നോട്ടിലൊരു ചെറിയ വ്യത്യാസം വരുന്നത്. ബാക്കി സെയിം ആണ്.
അത് വീണ്ടും വായിക്കും. തൊട്ടുതലോടുമ്പോൾ, അങ്ങനെ ആണ് അതിൻ്റെ ലിറിക്സ്. കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഞാൻ സ്ക്രീനിൽ ഇത് മൊത്തം ഇടുന്നുണ്ട്. ഇങ്ങനെ വരും. അതായത് 11ാമത്തെ ഫ്രെട്ട് 11, 11, 12, 11, 9 വരും. നോട്ടായിട്ട് പറയുകയാണെങ്കിൽ എ ഷാർപ്പ്, എ ഷാർപ്പ്, ബി, എ ഷാർപ്പ്, ജി ഷാർപ്പ്, ജി ഷാർപ്പ് വരും. തൊട്ടുതലോടുമ്പോൾ കാറ്റിൻ്റെ ഈ ഒരു നോട്ടാണ് ഞാൻ ഫസ്റ്റ് സ്ട്രിങ്ങിൽ വായിക്കുന്നത്. അത് വേണമെങ്കിൽ ഇവിടെ വായിക്കാം. സെക്കൻഡ് സ്ട്രിങ്ങിലെ 14th ഫ്രണ്ടിൽ വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 9ാമത്തെ ഫ്രെട്ടിൽ വായിക്കാം. അതല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രിങ്ങിലെ 14ാമത്തെ ഫ്രെട്ടിൽ വേണമെങ്കിലും വായിക്കാം. നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ വായിച്ചു. രണ്ടും സെയിം നോട്ടാണ്. നോട്ടെന്ന് പറയുന്നത് സി ഷാർപ്പാണ്. ആകാശം തന്നെയെല്ലാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് വരുന്നത്. കൊഞ്ചി ആ നോട്ട് സെക്കൻഡ് സ്ട്രിങ്ങിലാണ് വായിക്കുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിലെ 7ാമത്തെ ഫ്രെട്ട് കൊഞ്ചി 7, 9, അതായത് എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. അത് കഴിഞ്ഞിട്ട് 11ാമത്തെ ഫ്രെട്ട് 7, 9, പിന്നെ അത് കഴിഞ്ഞാൽ 11ാമത്തെ ഫ്രെട്ടും 14ാമത്തെ ഫ്രെട്ടുമാണ്. ഓമൽ ചിരകോടെ. അപ്പം 7, 9, അത് കഴിഞ്ഞ് 11, 14, 11 നിർത്തുന്നത് 9ലാണ്. 11, 7, 9, അതിനുശേഷം 11, 14, 11, 9. നോട്ട് എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, സി ഷാർപ്പ്, എ ഷാർപ്പ്, ജി ഷാർപ്പ് വരും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വരും. ഞാനത് സ്ക്രീനിൽ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടെല്ലാമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പല്ലവി പാട്ടിൽ വരുന്നത്. നിങ്ങൾക്കപ്പം ഈ വീഡിയോ കണ്ട് ഈ പാട്ട് നിങ്ങളുടെ ഗിറ്റാറിൽ പ്ലേ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു.